everyone, welcome back to my channel Shallows Vlogs. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് റമളാൻ്റെ പ്രിപ്പറേഷൻസ് ആണ് കാണുന്നുള്ളത്. സോ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ നീയിരിക്കുന്നത് കുറച്ച് ഐറ്റംസ് ഉണ്ട്. ഇന്ന് 2 ഐറ്റംസാണ് ഉണ്ടാക്കുന്നത്. അതിന് വെൽ പ്ലാൻഡ് ഒന്നും അല്ല. നമ്മങ്ങനെ ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ പ്ലാനാക്കും, അപ്പോൾ കിച്ചണിൽ കയറും. പക്ഷേ ഇന്ന് ഇങ്ങനെ കയറി കഴിഞ്ഞിട്ട് ഒന്നും ഉണ്ടായിട്ടില്ല. മീൻസ് ഒന്നും റെഡി ആയിട്ടില്ല, ടേബിളൊന്നും സെറ്റാക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്താ വെച്ചാൽ സാധനം 2-3 സാധനം മിസ്ഡായിരുന്നു. അപ്പോൾ നമുക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് ഇച്ചാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. വരാനാണെങ്കിൽ ലേറ്റായി, പണിക്ക് പോയിട്ടുണ്ടായിരുന്നു. പണിക്ക് പോയിട്ടാകുമ്പം കൊണ്ടുവരുമ്പോൾ ലേറ്റായി. അപ്പം അതിൻ്റെതായ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ടാകുമ്പം ആ ഒരു ടൈം ആകുമ്പോൾ നമുക്കൊന്നും റെഡിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇവളെന്ന് വെച്ചാൽ മെസസ്റ്റോ മുട്ടയപ്പം മസാല ആക്കി ചൂടല്ലേ. ചില ആൾക്കാർ മസാല അല്ലാണ്ട് ചൂടും. നമ്മൾ ഇതൊരു ചുട്ട് മസാല ഇല്ലാണ്ടാണ് കേട്ടോ. അപ്പോൾ ഈ ചാറിന് മസാല ആക്കിയിട്ട് തന്നെ ചൂടണമെന്ന്. അങ്ങനെ നമ്മളിപ്പോൾ ഇതാ മസാല ആക്കാൻ വേണ്ടിയിട്ട് വെളുത്തുള്ളി ഇഞ്ചിയും കറിവേപ്പിലയും അതുപോലെ തന്നെ പച്ചമുളക്, മല്ലിച്ചപ്പ് അതൊക്കെ ഇട്ടിട്ട് ഇത് നമ്മൾ കുറച്ച് വൈകുന്നേരത്തേക്ക് കറിയാക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ച ഒനിയനാണ്. അപ്പോൾ സോ അതുപോലെ തന്നെ നമ്മൾ മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. നമ്മൾ ഈ മസാലയിലോട്ട് ഇടാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങളാണ്. അങ്ങനെ നമ്മൾ ഈ കാമ്പൊക്കെ ഇതിലേക്ക് ഈ നമ്മുടെ മസാല ഉണ്ടാക്കി റെഡിയാക്കി മസാലയിലോട്ട് ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യും, ഉടച്ചെടുക്കും. ഇപ്പം ഈ ഇങ്ങനത്തെ മുട്ടയപ്പം ഉണ്ടാക്കുന്ന സമയത്ത് ഉപ്പിൻ്റെ പ്രശ്നം ഭയങ്കര ഇതാണ് കേട്ടോ. ഉപ്പ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പണി കിട്ടും, ആർക്കും തിന്നാൻ കഴിയാത്ത അവസ്ഥയിലെത്തും കേട്ടോ. അതുകൊണ്ട് ഉപ്പ് ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ഇടുന്ന സമയത്ത് മുട്ടയ്ക്ക് ജസ്റ്റ് പൊട്ടിയിട്ടൊക്കെ ഉണ്ട്, ബട്ട് അതൊന്നും പ്രശ്നമല്ല. എന്നിട്ട് ജനലൊക്കെ തുറന്നിട്ടുണ്ട് കേട്ടോ, കുറച്ച് കാറ്റൊക്കെ വരാൻ വേണ്ടിയിട്ടാണ്. സോ അങ്ങനെ നമ്മൾ മുട്ടയ്ക്കിൽ പൊട്ടിച്ചിട്ടിട്ടുണ്ട്. ഏകദേശം ഒരുങ്ങിക്കൊണ്ട് വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ കാമ്പ് മൊത്തത്തിൽ ഇതിലേക്ക് ഇട്ടിട്ട് ഉടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ, നല്ലപോലെ ഉടച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ കൈ വെച്ചിട്ട് തന്നെ ഉടച്ചു കൊടുക്കുക, കാരണം കൈ വെച്ചിട്ട് കൊടുക്കുമ്പോൾ കറക്റ്റ് നമ്മളെല്ലായിടത്തും മസാലയ്ക്ക് എത്തിയിട്ടുള്ളൂ. അങ്ങനെ ഇത് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. മസാല കുറച്ച് ഓവറായിരുന്നു, അതുകൊണ്ട് തന്നെ കുറച്ച് ഓവറായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. സോ നിങ്ങൾ കുറച്ച് ഉണ്ടാക്കിയാൽ മതി കേട്ടോ, കാരണം എന്തായിട്ടും ഓൾറെഡി അതിലേക്ക് നമ്മുടെ മുട്ടിൻ്റെ മഞ്ഞുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ ഒന്നായിട്ടും എന്താ പറയുന്നത് കുറഞ്ഞു പോകാനുള്ള ചാൻസ് ഒന്നുമില്ല. മസാല കുറച്ചാക്കിയാൽ മതി, പിന്നെ കറക്റ്റാവും. അങ്ങനെ അതൊക്കെ സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് സാധനത്തിന് വെയിറ്റ് ആക്കിയതാണ് കേട്ടോ. പിന്നെ അങ്ങനെ പട്ടനെ ചടപടയെന്ന് പറഞ്ഞിട്ട് റെഡിയാക്കുന്നതാണ് ഇതൊക്കെ. ഒരു പട്ടന സാധനം കൊണ്ടുവന്ന് അങ്ങനെ പത്തൊക്കെ ജ്യൂസ് ആക്കാൻ വേണ്ടിയിട്ട് പത്തൊക്കെ മുറിച്ച്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ക്യാരറ്റ് ബോൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വേറെ ഷോർട്ട് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു പുതിയ മിഷൻ ഉണ്ട് കേട്ടോ, അതിലേക്ക് ഓന് ജ്യൂസ് ആക്കിയിട്ട് ട്രൈ ആക്കിയിട്ടുണ്ടായിരുന്നു. ഒരു എന്തായിരുന്നു 1 ക്ലാസ് നമുക്ക് ഈ ഹോസ്റ്റൽസിനൊക്കെ പറ്റിയ ഒരു ജ്യൂസ് മിഷനാണ് ഒരു ക്ലാസ്സിന് ഉണ്ടാക്കാൻ പറ്റിയിട്ടാ. നല്ല അടിപൊളി തന്നെയാണ്. സോ അങ്ങനെ നമ്മൾ എന്തായാലും മാതിരി രണ്ടാൾ കിച്ചണിൽ രണ്ടാളിപ്പുറം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് തുറന്ന ശേഷമാണ് ഇതൊക്കെ നമ്മൾ ചുടുന്നുള്ളത്. സോ അങ്ങനെയൊക്കെ ആയിപ്പോയി. കാരണം സമയം ഈ നമ്മൾ 5 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ സമയം തീരെ ഉണ്ടാവില്ല, നമുക്കൊരു ബാലൻസ്ഡ് ആയിട്ട് പോകുന്നില്ല. പിന്നെ നമ്മൾ ക്യാരറ്റ് പോലെ കത്തിയിട്ടൊക്കെ ഉണ്ട് അടിയിൽ, പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതൊക്കെ പുഡിങ് ടൈപ്പാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ പിന്നെ നമ്മൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് പണിയൊക്കെ ജസ്റ്റ് ഒന്ന് ഒതുക്കിയിട്ട് പണിയൊക്കെ കഴിഞ്ഞിട്ട് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് പോകുന്നതാണ് കേട്ടോ നമ്മൾ. അങ്ങനെയൊക്കെയാണ് വിശേഷം. ഇനിയിപ്പോൾ നമ്മൾ നേരെ പിന്നെ കറിയാക്കുന്നതാണുള്ളൂ. ഞാൻ കഴുകി കൊടുത്തിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി പാർട്സ് കറിയാണ് കേട്ടോ, നല്ല അടിപൊളി ടേസ്റ്റിലുള്ള പാർട്സ് കറിയായിരുന്നു. മിഞ്ഞാന്ന് വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ നല്ല ടേസ്റ്റ് തോന്നിട്ട് ഇന്ന് നമ്മൾ വെക്കാമെന്ന് വിചാരിച്ചു. നെയ്ച്ചോറും പാർട്സ് കറിയുമാണ്. പിന്നെ എന്താ പറയുന്നത്, ഈ പാർട്സ് കറിക്കൊക്കെ നല്ലോണം ഉള്ളിലേക്ക് ഫ്രൈ ആയിട്ട് വരണം കേട്ടോ, നല്ലോണം മുരിഞ്ഞ് വരണം. പിന്നെ പെപ്പർ ഇട്ടിട്ടാണ് വെക്കുന്നത്, ഫുൾ പെപ്പറാണ് ഇടുന്നത്. സോ നമുക്ക് ഇങ്ങനെയൊക്കെ വെക്കണം. എന്താ വെച്ചാൽ പാർട്സ് കറി ഇങ്ങനെ വെക്കണ്ടേ. സൈഡിൽ ഇപ്പുറത്ത് എന്താ പറയുന്നത് ചോറ് വെക്കാൻ വേണ്ടിയിട്ട് ഒനിയനും ഗ്രാമ്പ് പട്ട അതൊക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അരി നമ്മൾ പാത്രത്തിലോട്ട് ഇട്ടിട്ടുണ്ട് കാകാൻ വേണ്ടിയിട്ട്. ഇവിടെ പാർട്സ് കഴിക്കൊണ്ടിരിക്കുന്നുണ്ട്. സോ അങ്ങനെ പാർട്സൊക്കെ കഴിച്ചിട്ട് നമ്മളതിലേക്ക് നല്ലോണം മഞ്ഞൾപ്പൊടിയും ഉപ്പ് വേണമെന്നില്ല, മഞ്ഞൾപ്പൊടി നല്ലോണം ഇട്ടിട്ട് സിർക്കല്ല നമ്മൾ നാരങ്ങയാണ് പിഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ലോണം നാരങ്ങയും മഞ്ഞൾപ്പൊടി നല്ലോണം ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. നമ്മളവിടെ സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ അത് കളയി പോകാനാണ്. അങ്ങനെ നമ്മൾ ചോറിൽ വെള്ളമൊക്കെ ഒഴിച്ച ആവശ്യത്തിന്, പിന്നെ അതുപോലെ തന്നെ കറിവേപ്പിലിട്ട് നമ്മളെ കറി പിന്നെ ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ ഒരു ഇത് കൂടി ഇട്ടിട്ട് നല്ലോണം തിളച്ച് നല്ല വെന്ത് വന്നിട്ട് കുറുകി വന്നു കഴിഞ്ഞാൽ സെറ്റാവും. അങ്ങനെ വെള്ളത്തിലോട്ടേക്ക് നമ്മൾ അരി കഴുകിയിട്ടിട്ടുണ്ട്. അരി നല്ലോണം ഊറ്റിയെടുക്കണം കേട്ടോ, അപ്പം നമ്മൾ കറക്റ്റായി വേവായിട്ട് വരും, ഒറ്റയായിട്ട് നിൽക്കും. അങ്ങനെ ഞാൻ ഇത് തുറക്കുന്ന സമയത്ത് ഫുൾ പുകഞ്ഞു പോയി ക്യാമറ. അങ്ങനെ കട്ടാക്കിയിട്ട് പിന്നെ എടുത്തു നമ്മുടെ അടിപൊളിയായിട്ടുള്ള പാർട്സ് കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ചോറും നല്ല ചൂട് നെയ്ച്ചോറും പാർട്സ് കറിയും നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നു ഈ കോമ്പിനേഷൻ. സോ
റെസിപ്പി എന്താ വെച്ചാൽ ഇതിൽ ഇട്ടിട്ടില്ല. ഇത് ഞാനിപ്പോൾ റമദാൻ വീഡിയോ ആയിട്ട് ഷൂട്ട് ചെയ്യുന്നതാണല്ലോ, അതുകൊണ്ട് തന്നെ ഞാൻ ഇതിലേക്ക് റെസിപ്പി ആയിട്ട് അങ്ങനെ ഷുവറൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. ഇങ്ങനെ എന്താ പറയുന്നത് കലബിലായിട്ട് കാണിച്ചാണ്. അങ്ങനെ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് ചോറ്. നല്ല അടിപൊളി ടേസ്റ്റിനുള്ള നല്ല അടിപൊളി കോമ്പിനേഷൻ ആയിരുന്നു. നിങ്ങൾക്ക് റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയ്ക്കാണ്. എല്ലാവരും ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വെറൈറ്റി വീഡിയോ കാണുന്നവരേക്കും ടാറ്റാ.